കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളിലൊന്ന് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. സാധാരണ ഒരു പിതാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഉണ്ടാവേണ്ട യാതൊരുവിധ ഇമോഷൻസും അവരുടെ മുഖത്ത് കണ്ടിരുന്നില്ല. മാത്രവുമല്ല, ആരോടൊക്കെയോ വലിയ രീതിയിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ബോഡി ലാംഗ്വേജും ഭാഷയും ഒക്കെ ആയിരുന്നു നമ്മൾ അവരിലൂടെ കണ്ടത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അച്ഛനെ തേടി കണ്ടെത്തണം എന്നുള്ളതാണ്. 9 ദിവസം കഴിഞ്ഞിട്ടും 11 ദിവസം കഴിഞ്ഞിട്ടാണ് മന്ത്രി വിളിച്ചതെന്നും അവരുമായി സംസാരിച്ചത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത്രയും ദിവസം മന്ത്രി എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രശസ്തം തന്നെയാണ്. പക്ഷേ അതിന്റെ മുമ്പിലുള്ള ദിവസങ്ങൾ കേരളത്തിൽ ഏത് രീതിയിലാണ് കടന്നുപോയത് എന്നുള്ള കൂടി നമ്മൾ നോക്കണം. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വിവാദത്തിൽ പെടുന്നു, ഭക്ഷണം കഴിച്ച വിവാദത്തിൽ പെടുന്നു, അതോടൊപ്പം മറ്റുള്ള ക്യാമ്പുകളിൽ പോകുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതാവുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ 70ഓളം മത്സ്യത്തൊഴിലാളികളെയാണ് ഓഗി ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായത്. ആ സമയത്ത് മന്ത്രിയായിരിക്കുന്ന മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞതൊക്കെ മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ സ്മരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മത്സ്യത്തൊഴിലാളികൾ പരാതി പറയാൻ വന്നപ്പോൾ ഷൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇവിടെ 2 മാസം മാത്രം പിന്നിടുന്ന ഒരു സർക്കാരിനെ ഇത്രയധികം രൂക്ഷമായി വിമർശിക്കുന്നത് എന്തിനാണ് എന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. എനിക്ക് അവരുടെ പ്രതികരണം കണ്ടപ്പോൾ എന്തോ വലിയ ദേഷ്യം UDF സർക്കാരിനോടും ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ഭരിക്കുന്ന മന്ത്രിമാരോടും അവർക്ക് ഒരു വ്യക്തിവൈരാഗ്യം പോലെ ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു അച്ഛൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അച്ഛനെ കാണാതായി എന്നുള്ളൊരു വിഷമത്തിൽ ഈ രീതിയിൽ എങ്ങനെയാണ് പെരുമാറാൻ പറ്റുക? ഒരു യാതൊരു വിധത്തിലുള്ള ദയവോ കാരുണ്യമോ ഒന്നുമില്ലാതെ വലിയൊരു ദേഷ്യത്തിൽ പെരുമാറുന്നു എന്നതാണ്. ഒരുപക്ഷെ പലരുടെയും ഇമോഷൻസ് അങ്ങനെയാവാം. ഇതിൽ എനിക്ക് ഏറ്റവും മോശമായി തോന്നിയത് ജോണിന്റെ മകൻ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, ഞങ്ങളെ തൊട്ടുകൂടായ്മയായിട്ട് കാണുന്നു, ഞങ്ങളോട് അയിത്തമാണ് എന്നൊക്കെ പറയുന്ന പക്ക ഒരു പ്രാകൃതമായ ഒരു രാഷ്ട്രീയ ചിന്ത വെച്ചു പുലർത്തുകയും ആരുടെയൊക്കെയോ ചാവിക്കനുസരിച്ച് ചലിക്കുന്ന പാവകളെ പോലെയാണ് അവരുടെ വാക്കുകൾ പുറത്തേക്ക് വന്നതുപോലെ എനിക്ക് തോന്നിയത്. ഈ 11 ദിവസമായിട്ടും മന്ത്രി വന്നില്ല അല്ലെങ്കിൽ അധികാരികൾ ആരും വന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരുടെ വീട്ടിലേക്ക് ഈ 11 ദിവസത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കടന്നു വരികയാണ്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറുകയെന്ന ഒരു കാഴ്ച നമുക്ക് ഈ ചിത്രത്തിലൂടെ ഒക്കെ കാണാൻ കഴിയും. വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, വളരെ ശാന്തമായ രീതിയിൽ പെരുമാറുന്നു, ബോഡി ലാംഗ്വേജ് വളരെ മാന്യതയാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിൽ നിന്നും അവരുടെ രാഷ്ട്രീയം വ്യക്തമായി വിളിച്ചോതുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തിരുത്തി പറയാനും അതങ്ങനെയല്ല, അതിന് വേറൊരു വശമുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും ഇഷ്ടം പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരും കണ്ണാടയും വലിയ പൊട്ടൊക്കെ തൊടുന്നവരും ഒക്കെ ഉണ്ടാവും. അവർ പറയുന്ന കാര്യം, ഇത്തരം ഒരു സങ്കടം വന്നപ്പോൾ ഞങ്ങൾക്ക് താങ്ങി നിർത്താൻ, ഞങ്ങളുടെ ഇമോഷൻ സപ്പോർട്ടിന് വേണ്ടി ഒരാളുണ്ടാവുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക്, അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നാണ്. എന്നാൽ ഈ പറയുന്ന ഇമോഷൻ സപ്പോർട്ട് ഈ ജോണിനെ കാണാതായ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ പറയും, പിണറായി വിജയനല്ലല്ലോ അധികാരമുള്ളത് എന്ന്. അപ്പോൾ ഒന്നും തർക്കിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഒന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പല ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ നേർക്ക് ചോദിച്ച് അതിനെ ന്യായീകരിക്കാൻ ഇവിടുത്തെ ഒരു കൂട്ടം സമൂഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും അത്ഭുതകരമായിട്ട് മുഖ്യമന്ത്രി ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മാപ്പ് പറയണം എന്ന് ജോണിന്റെ മക്കൾ പറയുന്നുണ്ടല്ലോ, എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തീർത്തും അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം കരുതാൻ. വളരെ പക്വതയോടുകൂടി അദ്ദേഹം പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഇമോഷൻസ്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മോശം അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവൻ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർ പെരുമാറുക. ചില ആളുകൾക്ക് വളരെ വിഷമം വന്നു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യപ്പെടാനാവും തോന്നുക, മറ്റു ചിലർക്ക് ശാന്തമായി ഇരിക്കാൻ തോന്നും, മറ്റു ചിലർക്ക് വേറെ ആക്ടിവിറ്റീസുകളൊക്കെ ചിലപ്പോൾ കാണിക്കാൻ തോന്നും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവർക്ക് ആ വിഷമം വന്നപ്പോൾ അവർക്ക് കുറ്റപ്പെടുത്താനുള്ളത്, അവരുടെ സങ്കടം പറയാനുള്ളത് ഈ സമൂഹത്തോടാണ്, അധികാരത്തിലിരിക്കുന്നവരോടാണ്, മുഖ്യമന്ത്രിയോടാണ് എന്നുള്ള
എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അവരത് പറയട്ടെ, പറയുന്നതിൽ എന്താണ് കുഴപ്പം? കേൾക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന വളരെ പക്വതയോടുകൂടി ഓരോ വ്യക്തിയുടെയും ഇമോഷൻസ് ആഴത്തിൽ മനസ്സിലാക്കി അതിനേത് രീതിയിലാണോ പെരുമാറേണ്ടത് ആ രീതിയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന് ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ ശരിക്കും ഒരുപാട് കാര്യങ്ങളെ സോൾവ് ആക്കുന്ന രീതിയിലാണ്. നേരെ മറിച്ച് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്നോ ഇവർ പറയുന്നതിൽ വലിയ തോതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം കിടന്ന് കളിക്കുന്നുണ്ട് എന്നൊക്കെ ആരോപിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഈ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് ഏറ്റവും മനോഹരമായി ഡീൽ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വീടിന് അടുത്തുള്ള ചില ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകളും ഒക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ കോവളം പഞ്ചായത്തോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവരുടെ നിയോജക മണ്ഡലത്തിലെ CPM നേതാവ് ഒരു വക്കീലാണ്. ആ വക്കീൽ വഴിയാണ് ഇവര് പിണറായി വിജയനും മറ്റു പാർട്ടി നേതാക്കളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോണിന്റെ മക്കളുടെ രാഷ്ട്രീയം എന്താണ് എന്ന്